ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സായിയുടെ ടീമാണ്, സീക്രട്ട് ഏജൻറ്റ് ടീം. KCS ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് KCS ആയിട്ടാണ്. നമുക്ക് ഇതിൽ കുറേ റൂളുണ്ട് കേട്ടോ. ആദ്യം 3 പേര് ഇറങ്ങിയ ബാറ്റ്സ്മാർക്ക് അടുത്ത കളി 3 ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ടാർസനെയാണ് നമ്മൾ ഇറക്കി വിടുന്നത്. ടോസ് കിട്ടി നമ്മൾ ബാറ്റിംഗ് ആണ് എടുക്കുന്നത്. ടാർസൻ പവർ പ്ലേ ആണ്, ടെസ്റ്റ് കളിക്കുന്നത്. എൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്നൊക്കെ ഒന്ന് കാണണം. പക്ഷേ കഴിഞ്ഞിട്ട് ഒരു 4 അടിച്ചു, അത് പുള്ളിക്ക് സെഞ്ചുറി അടിച്ചതിന് തുല്യമാണ്. ഞാൻ ബാറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ലൈവ് സ്റ്റാർട്ട്. ഹലോ.
ಎಂತಾನೆ ಟಾರ್ಗೆಟ್ ಅದನ್ನ അതെ ഫസ്റ്റ് ഓവർ ഫുൾ സൈക്കിൾ പോയി അതല്ല ഫസ്റ്റ് ഓവർ സിക്സ് അടിച്ചാണ് അടിക്കണം. അന്ന് കുറയല്ലേ மாற்றிக்க டைம் இருக்குல்ல. തൃപ്പൂണിത്തറിൻ്റെ പരിപാടിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു മകന് കളിക്കാൻ വേണ്ടിയിട്ട് പുള്ളി പണിതിട്ടേക്കുന്ന ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് കാണുമ്പോൾ നമ്മൾ മറ്റേ നമുക്ക് മനസ്സിലാവും. പുള്ളി എത്ര നല്ല പൈസ ഗ്രൗണ്ടിൻ്റെ റെന്റ്. ബോൾഡല്ലേ നമ്മളൊന്ന് പോയ നീരാറി കൈ പോയി ഷിയാസിന്റെ കൈ പോയി. ഓ ഏത് ക്യാമറ അത് റീസെറ്റ് അടി.
ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല കളിയിലൊന്നും. ആദ്യ കളിയാണ്, ഇതൊരു ടൂർണമെൻ്റാണ്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ കളിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് പോയി, അത് ഞാൻ തന്നെ ഇനി അതും കൂടി ഉള്ളൂ. ഈ ടാറ്റിയാണ് ക്യാച്ച്, റണ്ണ്, ഇതെല്ലാം വന്നില്ല. ഞാൻ അസ്വസ്ഥനാണ്. ഈ കളി ടൂർണമെൻറ്റ് നമ്മൾ പുറത്തായി. ഇനി അടുത്ത ഫൈനലാണ്. ആര് ജയിക്കും ആര് വാഴും നമുക്ക് അടുത്ത മാച്ചിൽ കണ്ടറിയാം. ഗായ്സ്, ഫൈനലി KCS സൂപ്പർ കിങ്സ് വിജയിച്ചിരിക്കുകയാണ്. മഞ്ഞപ്പട ജയിച്ചിരിക്കുന്നു. പോയടാ ഇതേ നമ്മളെടുക്കേണ്ട കപ്പാ പോയത്. അതെ, യുവമർ ടീം റണ്ണറപ്പായി, സൈഡ് ടീം റണ്ണറപ്പായി. അത് അവൻ നമ്മുടെ ടീം അവൻ ചാരൻ പോടാ. പോട്ടല്ലയാ പോട്ട്. വെൽ പ്ലേഡ് ഗൈസ്, വെൽ പ്ലേഡ് അളിയാ, വെൽ പ്ലേഡ്. നന്നായിട്ട് കളിച്ചു RCB. താങ്ക് യു ക്യാപ്റ്റൻ ഹാരി, വെൽ പ്ലേഡ് മാൻ. അമീർ ഷാ, വെൽ പ്ലേഡ്. നമ്മൾ കൊണ്ടുപോകണ്ടടാ, പോട്ട്. വെൽ പ്ലേഡ് ബ്രോ, വെൽ പ്ലേഡ്. ജോമോൻ, ഇറ്റ്സ് എ അൺബിലീവബിൾ ഇന്നിങ്സ്. ഹൗ മച്ചാ, എനിക്കറിയില്ല, എന്തോ ഒരു സാധനം ശരീരത്തിൽ കയറി. കിടില ഷോട്ടായിരുന്നു, ലെഗ് സൈഡ് അടിച്ച സാധനമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. പ്ലീസ് കോച്ച് ചാർലി ഗൈസ്, ഇന്ന് പറയാതിരിക്കാൻ വയ്യ. ജോമോനും അനീഷിനുണ്ടല്ലോ, അതായത് ബേസിക്കലി ഇപ്പൊ ഞങ്ങളുടെ ഗെയിം പ്ലാൻ തന്നെ ആക്ച്വലി സച്ചുവിനെയും ഷാരിഖിനെയും വിക്കറ്റ് കിട്ടിയാൽ നല്ലതെന്നുള്ള രീതിയിൽ നിന്ന് വിക്കറ്റ് കിട്ടുകയും ഞങ്ങളൊക്കെ കളി കയ്യിലായി എന്ന് വിചാരിച്ച സമയത്താണ് അന്വേഷിക്കും എങ്ങനെ അടിക്കുന്നെന്നുള്ളതാണ്. എവിടെ എറിയണേ, പുറത്തെറിയണ പന്ത് ലെഗ് സൈഡിലേക്ക് സിക്സ് അടിക്കണേ, എവിടെ എറിയും. കളിച്ച കളി അടിപൊളിയായിരുന്നു, അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഫാസ്റ്റ് സ്റ്റാനപ്പ് മാത്രം പോരാ, പഴം കൊടുക്കണമെങ്കിലേ പിള്ളേര് ഇതാകത്തുള്ളൂ. പിന്നെ നമ്മളെ ക്യാപ്റ്റൻ ഉണ്ട് ഇവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെല്ലാം പോയി. നമ്മുടെ ലൈവ് കാണിക്കുന്നത്. ഹായ് ബ്രോ, 2 ജേഴ്സി അടിച്ചു കളഞ്ഞാണ്ടാ, എന്നിട്ട് ജയിക്കുക. ഇവന്മാർ ചെന്നൈ ഫാൻ ആയതുകൊണ്ടാണ്. സോ വാട്ട് എടാ, ഞാൻ മുംബൈ ആണ്ട്രാ. ഞങ്ങൾ തോറ്റതിന് ശേഷം നമ്മൾ പുറത്തതിന് ശേഷം നമുക്ക് അപ്പൊ ഇത്രയും നേരം നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു നമ്മളെ സപ്പോർട്ട് ചെയ്ത ഇൻഫ്ലുവൻസർ ഒരു ഹായ് പറയും. ഇത്രയും നേരം നമ്മളെ സപ്പോർട്ട് ചെയ്ത ഏക ഒരു ഇൻഫ്ലുവൻസറേ ഉള്ളൂ. ഇനി ട്രോഫി കൊടുക്കൽ ചടങ്ങാണ്. സൂപ്പർ ഹീറോ അനീഷിനെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്നിംഗ്സ് കേട്ടോ. മാൻ ഓഫ് ദ മാച്ച് സോനു രാജേഷ്. സെക്കൻഡ് മാച്ചിൽ അൺബീറ്റൻ ഹീറോ, ഐ ആം സൂപ്പർ ഹീറോ. 23 പന്തിൽ 43. ഫൈനൽ മാച്ചിലേക്ക് വരികയാണ്. പ്ലെയർ ഓഫ് ദ മാച്ച് ആക്ച്വലി അതിനകത്ത് അൺബീറ്റൻ ഹീറോ വിഷ്ണു സുദർശൻ 3 വിക്കറ്റ് എടുത്തുകൊണ്ട്. വിഷ്ണു സുദർശൻ ഐ ആം സൂപ്പർ ഹീറോ. ഞാനോ ജോമോൻ സ്വന്തം ലൈവ് ചാർലി കൊടുക്കണം. സ്വന്തം ലൈവിൽ ഏറ്റുവാങ്ങുന്നു ജോമോൻ. സ്വന്തമായിട്ട് ലൈവ് ഇട്ട് സ്വന്തമായിട്ട് 90 ജോയിൻ ചെയ്ത ഒരു 6 പേരുണ്ടായിരുന്നല്ലോ, അവർക്കെല്ലാം കൂടെ നമ്മളൊരു മെമന്റോ ഓരോരുത്തർക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. KCSന്റെ സൈഡിൽ നിന്നുള്ള 2 പേര് വരാമോ? ആരൊക്കെയായിരുന്നു? സയൻ പ്ലീസ് കം.
സായി കൃഷ്ണൻ. സായി കൃഷ്ണൻ. അതല്ലേ സായി എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ബോളർ നമ്മുടെ KCS വിക്കറ്റ് കീപ്പറായിട്ട് ഇത്രയും നാളും സേവനം അനുഷ്ഠിച്ച വിഷ്ണു മെൻഡിസ്. ടൂർണമെന്റിലെ MVP സായി കൃഷ്ണൻ അഗൈൻ. കണ്ണേട്ടൻ ലാഭമേ ഉള്ളൂ, ലാഭമേ ഉള്ളൂ. പൊളിറ്റിക്കൽ കേട്ടാ വീഡിയോ കാണാൻ വീഡിയോ സായി വീഡിയോ എല്ലാം കൂടെ വന്നിട്ട് റണ്ണേഴ്സ് ട്രോഫി വാങ്ങിക്കണം. ക്യാപ്റ്റൻ ആൻഡ് പ്ലേയേഴ്സ് പ്ലീസ്. രണ്ട് മാച്ചുകളും കളിച്ച 2 മാച്ചുകളിലും കൃത്യമായ മേധാവിത്വം കാണിച്ചുകൊണ്ട് ആ പറയുന്നില്ല, അതിന്റെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. കളിക്കാൻ വന്നവർക്കും കളി കാണാൻ വന്നവർക്കും എല്ലാവർക്കും വളരെ സന്തോഷം. അപ്പൊ നെക്സ്റ്റ് സീസണായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഷിയാസ വന്ന് നിൽക്കണ നാണോ ഇല്ലാത്ത. ഗായ്സ്, അങ്ങനെ നമ്മുടെ ക്രിയേറ്റർ സ്ക്വാഡിന്റെ ട്രൈ സീരീസ് കഴിഞ്ഞു. ഹരിയുടെ ടീമാണ് ജയിച്ചത്, അതായത് KCS സൂപ്പർ കിങ്സ് ജയിച്ചു. എന്തായാലും അവർക്ക് കൺഗ്രാറ്റ്സ്, നമ്മളെ ടീം തോറ്റു. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ വിഷമം അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പൊള്ളാച്ചിയിൽ മാച്ച് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു. കാരണം എല്ലാവരും പറഞ്ഞ് കിടിലൻ ഗ്രൗണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തു കളിക്കാൻ പോകുന്നുള്ള കാര്യം. ബുദ്ധിപൂർവ്വം അനീഷ് പറഞ്ഞു, എടാ അവന് വയ്യാന്ന് പറഞ്ഞിട്ട് അവൻ ഇന്നലെ വീട്ടിൽ പോയി എറണാകുളത്ത് നിന്ന്. ഞാൻ ഇവിടെ കളിയുണ്ട്. ആദ്യം ക്രിയേറ്റർ സ്ക്വാഡ് കളിക്കുക എന്നുള്ള രീതിയിലായിരുന്നു മാച്ച് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ എന്തോ ഇത് കാരണം ക്യാൻസലായി, കളിക്കുന്നില്ല എന്നുള്ളതായി. അപ്പോൾ ഞാൻ വേറൊരു ടീമിൽ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അതിൽ കളിക്കാൻ പോകാന്നുള്ള എന്തായാലും അത് പോയെങ്കിൽ പോട്ടെ, എങ്കിൽ പൊള്ളാച്ചി പോയി കളിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. അതായത് മറ്റന്നാ, അതായത് 30-ാം തീയതി ആയിരുന്നു കളി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് 28, ഇന്ന് IPL തുടങ്ങുന്ന ദിവസം. അപ്പോൾ 28-ാം തീയതി ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അനീഷ് ഇന്നലെ നൈറ്റാണ് പോയത്. അനീഷ് ട്രെയിനിലാണ് കയറി പോയത്. അപ്പോൾ ഇന്നായപ്പോഴത്തേക്കും കളി ക്യാൻസലായി ഗൈസ്. നമ്മളിങ്ങനെ കളിയൊക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമല്ലോ, ഗ്രൗണ്ടിൽ പോയി കളിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നിട്ട് പെട്ടെന്ന് അത് ഇങ്ങനെ പോകുമ്പം ഒരു വിഷമമുണ്ട്. ഞാൻ വീട്ടിലും പറഞ്ഞു വന്ന് അവിടെ ഒരു ടൂർണമെൻ്റ് ഉണ്ട്, അവിടെയും പേര് കൊടുക്കാതെ എല്ലാം പോയി. ഇപ്പം കളിയില്ല, ഇപ്പം കളിയില്ലാത്തൊരവസ്ഥയാണ്. പാവാകാശ് ഒരു പൊള്ളാച്ചി ട്രിപ്പ് പോയി. അനീഷിന് എന്ത് ഭാഗ്യമല്ലടാ, ഇന്നലെ തന്നെ അവൻ പോയി. അവന് പിന്നെ പറഞ്ഞ് വയ്യ, എനിക്ക് വെയിലത്തിടന്ന് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. പക്ഷെ ഞാൻ കളിയുടെ ഇത് കാരണം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് എപ്പോഴും ഇങ്ങനെയെങ്കിലും പൊള്ളാച്ചി പോയി ഒരു കളി കളിച്ചിട്ട് വരാന്നുള്ള രീതിയിൽ. പക്ഷേ പോയി. എനിക്കതാണ് വിഷമം. തോറ്റതല്ല, 3 കളി കളിക്കായിരുന്നു അവിടെ പോയാൽ, അതും വൈറ്റ്സിൽ. നല്ല ഗ്രൗണ്ടായിരുന്നു. ഇനി എപ്പോഴേലൊക്കെ അവസരം കിട്ടുമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഇവിടെയൊക്കെ പോയി ഇങ്ങനെ കേരളം വിട്ടു പോയി കളിക്കാന്നൊക്കെ ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷേ പോയി. അപ്പോൾ എന്തായാലും അടുത്ത ക്രിക്കറ്റ് വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ഇനി ഈ ഇടയ്ക്കൊന്നും നിലവിൽ കളിയില്ല. ആരെങ്കിലൊക്കെ ടീമിൽ കളിക്കണം, ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയുള്ള ഗ്രൗണ്ടിലാണെങ്കിൽ ഇല്ല, മെഡിക്കൽ കോളേജോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഉള്ള ഗ്രൗണ്ടിലൊക്കെ കളി ഉണ്ടെങ്കിൽ വിളിച്ചോ, ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ, ലവ് യു ഓൾ.